നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും പ്രസ് കോൺഫറൻസ്, അതായത് പത്രസമ്മേളനം നടത്താറുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി എറണാകുളത്ത് സീറോ മലബാർ സഭയിലെ വിശ്വാസികളും വിമതരും ലോഹ തൊഴിലാളികളും മീഡിയയെ കാണുകയും പ്രസ് കോൺഫറൻസുകൾ വിളിക്കാറുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ ചെന്ന് പത്രസമ്മേളനം നടത്തിയ എറണാകുളത്തെ സഭാവിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുവാൻ തലശ്ശേരിയിൽ നിന്നുള്ള പോലീസിനെ വിളിച്ചു വരുത്തിയ എറണാകുളം അതിരൂപതയുടെ മെത്രാൻ വികാരി അതിഭീകരനാണ് എന്നാണ് എറണാകുളത്തെ വിശ്വാസികളുടെ ഒരു പക്ഷം. അങ്ങനെയുള്ളയാൾ അതിഭീകരനും അതിക്രൂരനുമാണ് എന്നാണ് വിശ്വാസികൾ വിളിച്ചു പറയുന്നത്. അത്തരം ഒരു വിശ്വാസിയുടെ രൂക്ഷ വിമർശനം നമുക്ക് കേൾക്കാം. മാർ ജോസഫ് പാംബ്ലാനി മെത്രാനെതിരെ വിശ്വാസി അതിരൂക്ഷ ഭാഷയിൽ സംസാരിക്കുന്ന നമുക്ക് കേൾക്കാം. ശരിക്കും സീറോ മലബാർ സഭയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സീറോ മലബാർ സഭയിൽ സിനഡ് പേരിന് മാത്രമോ എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നത്. നമുക്ക് കേൾക്കാം ഈ വിശ്വാസിയുടെ അതിരൂക്ഷ ഭാഷയിലുള്ള വിമർശനം എന്താണെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി. ഇത് വളരെ വലിയ അത്ഭുതത്തോടും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി നിങ്ങളോട് പറയേണ്ടി വരുമെന്നുള്ള യാതൊരു ചിന്തയുമില്ലാതെ കിടന്നുറങ്ങിയിരുന്ന ഞാനാണ്. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയിരുന്നു. ഇന്ന് രാവിലെ 5 മണിയായപ്പോൾ അഡ്വക്കേറ്റ് ജോയി വെട്ടിക്കൻ, അഡ്വക്കേറ്റ് പ്രിൻസൻ ഫിലിപ്പ്, ജോസഫ് എബ്രാഹിം എന്നീ 3 പേരെന്നെ വിളിച്ചേൽപ്പിക്കുന്നു. എന്താണെന്നറിയാതെ ഞാൻ വേഗം ചെന്നു. പല്ല് പോലും തേക്കാതെ കണ്ടപ്പോൾ അവരെന്നോട് പറയുകയാണ്, തലശ്ശേരി മെത്രാപ്പോലീത്തായും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലീത്തായുടെ വികാരിയുമായ ജോസഫ് പാംബ്ലാനി എന്ന അതിഭീകരന്റെ അതിക്രൂരന്റെ കുറ്റകൃത്യങ്ങളുടെ ഒരു കഥ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പാംബ്ലാനിയുടെ തലശ്ശേരിയിലെ ഭിത്തിയില് തീവ്രവാദി ഗുണ്ടാത്തലവൻ ജോസഫ് മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന തീവ്രവാദി ഗുണ്ടാത്തലവൻ ജോസഫ് പാംബ്ലാനിയെ സഭയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പേരിൽ ഒരു കേസ് അവിടെ എടുത്തിരുന്നു. പത്രത്തിൽ വരികയും ചെയ്തു. മനോരമയിലൊക്കെ വലിയ വെണ്ടയ്ക്കായിൽ വന്നു, എറണാകുളം എഡീഷനിലൊക്കെ നമ്മളത് വായിക്കുകയും ചെയ്തു. അവിടെ പോസ്റ്റർ ഒട്ടിച്ചു എന്നുള്ളത് ശരിയാണ്. ഇന്നലെ വൈകിട്ട് ആ പോസ്റ്റർ ഒട്ടിച്ചു എന്ന് ഇവന്മാരവകാശപ്പെടുന്ന വിൽസണെ വൈകിട്ട് 7 മണിക്ക്, വിൽസൺ മടക്കഞ്ചേരിയെ വൈകിട്ട് 7 മണിക്ക് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലേക്ക് ഇറക്കുന്ന സമരത്തിൽ പങ്കെടുത്തതിന് ശേഷം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് ചെന്നപ്പം തലശ്ശേരിയിൽ നിന്നുള്ള ഒരു എസ്ഐയുടെ നേതൃത്വത്തിൽ 14 അംഗ സംഘം കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ഈ പള്ളിപ്പുറം എന്ന സ്ഥലത്ത് പോയി, ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പുറം എന്ന സ്ഥലത്ത് പോയി ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ജോസഫ് അമ്പലത്തിനെയും കസ്റ്റഡിയിലെടുത്തു. അപ്പോഴേക്കും നമ്മൾ വിവരം അറിയുന്നു, നമ്മൾ അന്വേഷിക്കുന്നു. എന്താ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ഞങ്ങൾ വക്കീലന്മാർ, ഞാൻ ഉറങ്ങുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അവരിതെല്ലാം രാത്രി 8-11 മണിക്കാണ് അറിയുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് കുര്യാക്കോസ് പുറത്ത് എവിടെയായിരുന്നു. ഇന്നലെ അയാൾക്ക് ഒരു കേസ് വന്നോട്ടായിരുന്നു, വേറെ അയാളുടെ സിവിൽ കേസ്. ഇപ്പോൾ കോട്ടയത്ത് വന്നില്ലെന്ന് അറിയത്തില്ലായിരുന്നു. അയാളുടെ വീട്ടില് വൈക്കത്ത് നിന്നുള്ള പോലീസുകാരെ കൂട്ടിപ്പോയി അയാളുടെ വീട് ചവിട്ടിപ്പൊളിച്ചിരിക്കും. ഏകദേശം 1 ലക്ഷം രൂപ വരുന്ന വീട് സാമഗ്രികളും നശിപ്പിച്ചു. അയാളെ കിട്ടിയില്ല. അപ്പോഴേക്കും നമ്മുടെ ആൾക്കാർ പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിൽസനെയും ഈ ജോസഫ് അമ്പലങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെ മറിഞ്ഞപ്പം ബെയിലബിൾ ഒഫൻസിന് 2 ബെയിലബിൾ ഒഫൻസ് ആണെന്ന് നിങ്ങൾ ധരിക്കണം. ബെയിലബിൾ പറഞ്ഞാൽ അത് കക്ഷിയുടെ അധികാരമാണ്, അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതോ അവിടെ നിൽക്കട്ടെ. 7 കൊല്ലത്തിൽ ശിക്ഷിക്കാവുന്ന കേസുകളിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അതും അവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ ഈ പാംബ്ലാനി ചെയ്തു. ഇവർ എന്ത് അധികാരത്തിലായി ചെയ്തതെന്നറിയാവോ? സീറോ മലബാർ സഭയുടെ ഒരു മെത്രാപ്പോലീത്ത എന്നുള്ള അവന്റെ അധികാരം കൊണ്ട്, ക്ലൗട്ട് കൊണ്ട്, സമൂഹത്തിലുള്ള സീറോ മലബാർ സഭയുടെ മെത്രാപ്പോലീത്തായിക്കുള്ള അധികാരവും ക്ലൗട്ടും ഉപയോഗിച്ച്, അവന്റെ അധികാരം എന്ന് പറയുന്നത് സാധാരണ അധികാരമല്ല, അവനെ പുറകിലുള്ള ബാക്കിയുള്ള 52 മെത്രാന്മാരുണ്ടല്ലോ, മേജർ ആർച്ച് ബിഷപ്പ് കൂടെ, ഇവരൊക്കെ ഇവനെ പോലെ കണ്ടുപിടിക്കണം. ഇവൻ മൂക്കാതെ പഴുത്ത ഒരു പുഴുവാണ്. സ്വന്തം അമ്മയെ കൂട്ടിക്കൊടുത്ത
കക്ഷികളുടെ കേസ് നടത്തിയിട്ടുള്ളവരാണ് ഞാൻ. അവന്മാര് പോലും ഇത്ര അധപ്പതിക്കാമല്ലോ. എന്താ അധപ്പതനമാ അതോ? ഇവൻ പറയുന്നത് കേൾക്കാൻ അങ്ങനെയാണല്ലോ. 5/5/2025 ഇവനിവിടെ വന്ന് ഒരു 50 പേരെ ബസ്സേ കയറ്റി എറണാകുളം നഗരം മുഴുവൻ ചുറ്റിച്ചു. വൈകിട്ട് 7 മണി മുതൽ ഈ വിൽസൺ എന്ന് പറയുന്ന ആളെ പറ്റിച്ച് രാവിലെ 1:30 മണിക്കാണ് വിടുന്നത്. ബസ് അവരുടെ വണ്ടിയെ കൊണ്ടു നടക്കുക. ദേഹോദ്രം ഏൽപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് അറിയാം. അതെന്തുവാട്ടെ, അങ്ങനെ എന്ത് പോക്കൃതരം കാണിക്കാൻ കെൽപ്പുള്ള കഴിവുള്ള എന്ത് പോക്കൃതരം കാണിക്കാനുള്ള ഒരു തെമ്മാടിയായിട്ടാണ് ജോസഫ് പാമ്പ്ലാനി എന്ന് പറഞ്ഞ മെത്രാപ്പോലീത്ത ഈ സീറോ മലബാർ സഭയിൽ ഇവനെ സഭയിൽ വെച്ച് പൊറിപ്പിക്കണമോ, ഇവനെ ഈ മെത്രാപ്പോലീത്തയാക്കി നിൽക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കട്ടെ ഇവിടുത്തെ മെത്രാന്മാരും വിശ്വാസികളും. എന്താണ് ഞങ്ങൾ ചെയ്ത കുറ്റം? ഈ പ്രതികൾ ചെയ്തു എന്ന് പറയുന്ന കുറ്റം. ഞങ്ങൾ വിമതന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു വെറും വിടുപണി ചെയ്യുന്നവനാണ് ഇവന്. വിമതന്മാർക്ക് വേണ്ടി മാത്രം ഒരു വിടുപണി. കാരണം ഈ സിൻഡിലെ മെത്രാന്മാരൊന്നും അറിയണം, പെരുന്തോട്ടം പിതാവ് പറയുന്നതിന്റെ ബാക്കി പത്രങ്ങളാണ് ഈ പറയുന്നത്. ഈ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ അറിയണം എന്താണ് ഇയാൾ കാണിച്ചു കൂട്ടുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയെ നയിപ്പിച്ച് നാരായണക്കല്ല് പിടിച്ചു. ഇവിടെ എന്ത് വിഭൂതി തിങ്കൾ നടത്തിയോ ഇയാള്? ഇത് സമവായ മാർഗരേഖ. അതുകൊണ്ട് എന്നാ കാര്യം? കുഴപ്പം? നടത്തിച്ചില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അച്ഛന്മാരെ കൊണ്ട് നടത്തിച്ചിട്ടില്ല. ഇയാൾ ഏകീകൃത കുർബാന ഒരെണ്ണം ഞായറാഴ്ച ചെയ്ത സാധുവാന്ന് ഇവൻ ഉത്തരവിട്ടു. എന്തുവാട്ടെ ഇല്ലിസിറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച് സാധുവാക്കി. ആ കുർബാന ഒരുത്തനെ കൊണ്ട് ചെല്ലിക്കാൻ ഇവർക്ക് സാധിച്ചോ? 200 അച്ഛന്മാർ പോലും ഇത് ചെല്ലുന്നില്ല. കാരണം ബാക്കിയുള്ള ഒരു ഭയന്നിരിക്കുവാണ്. ഈ 200 ഒരു 60 എണ്ണം എന്ത് ചെയ്യാൻ മടിയില്ലാത്ത 60 ഇവനേക്കാൾ അമ്മയെ കൂട്ടിക്കൊടുക്കാൻ കൽപ്പുള്ള 60 അച്ഛന്മാരുണ്ട്. അത് കൂടാതെ 2021 ശേഷം ഒരു 50 എണ്ണത്തിനെ കൂടെ വേറെ യോൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അസുര വിത്തുക്കൾ മാത്രമല്ല, എന്തും ചെയ്യാൻ മടിയില്ലാത്ത 50 എണ്ണം 1 2 അല്ല 50 എണ്ണം. ഇതാണ് ഗതി. സീറോ മലബാർ സഭയുടെ മെത്രാന്മാര് ഇതൊന്ന് കാണണം. 53 മെത്രാന്മാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അന്ന്. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയില് ജനുവരി മാസത്തിൽ ഇവർ 6 മണി മുതൽ 10 മണി വരെ 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഉണ്ടായിരുന്നല്ലോ. ഇവരെ ധ്യാനിപ്പിച്ചത് ആരാണെന്ന് അറിയാവോ? ജോസഫ് പാമ്പ്ലാനി എന്ന് പറഞ്ഞ ഇതുപോലെയുള്ള ഒരു കൊടും ക്രൂരനും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനും ഏകാധിപതിയുമാണ്. സീറോ മലബാർ സഭയെ ഭരിക്കുന്നത് ഒരു ഏകാധിപതിയായപ്പോഴും ജോസഫ് പാമ്പ്ലാനി എന്ന മെത്രാപ്പോലീത്ത. നിങ്ങളൊന്ന് ആലോചിച്ചേ. സീറോ മലബാർ സഭയുടെ വിശ്വാസികൾ ആലോചിക്കും, നിങ്ങളെല്ലാവരും ആലോചിക്കും, ഇവിടുത്തെ എല്ലാ സകല മെത്രാന്മാരും അരക്കെട്ടുകാരെല്ലാം ആലോചിക്കട്ടെ. ഇവന്മാരാണല്ലോ ഈ സീറോ മലബാർ സഭയെ ഭരിക്കുന്നത്. അവരാലോചിക്കട്ടെ, മനസാക്ഷി ഉണ്ടെങ്കിൽ. ഏതായാലും പോസ്റ്റർ ഒട്ടിക്കൽ ചടങ്ങിന് ശേഷം മാർ ജോസഫ് പാമ്പ്ലാനി നടത്തിയ പോലീസിനെ വിളിച്ചു വരുത്തിയുള്ള നാടകങ്ങൾക്ക് എതിരായിട്ട് എറണാകുളം വിശ്വാസികളുടെ രൂക്ഷ വിമർശനം നമ്മൾ കേട്ടു. മറ്റൊരു വിശ്വാസി ഇതേ മെത്രാനെതിരായിട്ട് നടത്തിയ മറ്റൊരു വിമർശനം കൂടി നമുക്ക് കേൾക്കാം. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളെയാണോ മെത്രാൻ വികാരി ആക്കുന്നത് എന്നാണ് ഈ വിശ്വാസി ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മാർ ജോസഫ് പാമ്പ്ലാനി അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് 76 ക്രിമിനൽ കേസുകൾ അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരാളെ എറണാകുളത്ത് നിന്ന് എത്രയും വേഗം കെട്ടിക്കെട്ടിക്കണമെന്നാണ് ഈ വിശ്വാസികളുടെ മുന്നറിയിപ്പും ആവശ്യവും. പെർമനന്റ് സിനഡിനോട് അവർക്ക് പറയാനുള്ളതും അവർക്ക് താക്കീത് ചെയ്യാനുള്ളതും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കേൾക്കാം ഈ വിശ്വാസി എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന്. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, ഞാൻ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയുകയാണ്. മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ട് 1 കൊല്ലം മുമ്പ് നിയമിതനായ ഒരു കണ്ണൂർക്കാരനുണ്ട് എറണാകുളത്ത്. അദ്ദേഹം ക്രിമിനൽ പശ്ചാത്തലത്തിലാണ് എറണാകുളത്തേക്ക് എഴുന്നള്ളിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കെൽപ്പ് മെത്രാന്മാർക്കില്ല എങ്കിൽ വിശ്വാസികൾ അതിനെ നേരിടുക തന്നെ ചെയ്യും. ഇന്നേക്ക് 71 ദിവസമായി ബസിലിക്ക ദേവാലയത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന വിശ്വാസികളെ പീഡിപ്പിക്കുക, അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുക, അതുപോലെ തന്നെ എറണാകുളത്തുള്ള മറ്റ് വിശ്വാസികൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുക, അങ്ങനെയുള്ള ചെയ്തികളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ണൂർക്കാരൻ ഒരു 6 മാസം മുമ്പ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, അദ്ദേഹത്തിനെതിരെ കണ്ണൂര് 76 ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്ന്. ഒരു മെത്രാപ്പോലീത്തയ്ക്കെതിരെ 76 ക്രിമിനൽ കേസുകളുള്ള ആളെയാണോ നിങ്ങൾ എറണാകുളത്തേക്ക് നിയമിച്ചിരിക്കുന്നത്? അതുകൊണ്ട് മെത്രാന്മാരെ എത്രയും പെട്ടെന്ന്
ഇദ്ദേഹത്തെ എറണാകുളത്ത് നിന്ന് പാക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനത്ത് വന്ന് ശക്തമായ പോരാട്ടം നടത്തുമെന്നുള്ള കാര്യം മേജർ ആർച്ച് ബിഷപ്പിനെ അറിയിക്കുകയാണ്, മറ്റുള്ള മെത്രാന്മാരെ അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ അരമനകളിലും ഞങ്ങൾ എത്തും. ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഇവിടെ മാറ്റുക. അതിന് വിശ്വാസികൾ എല്ലാവരും വിശ്വാസത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. റോമയിലെ പരിശുദ്ധ പിതാവ് നമ്മൾക്ക് അനുവദിച്ചു തന്ന ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികളാണ് ഇവിടെ ഉള്ളത്. ഈ വിശ്വാസികളെ ഇദ്ദേഹം അപായപ്പെടുത്തുവാൻ നോക്കുന്നു എങ്കിൽ അതിന് വിശ്വാസികൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിലനിൽക്കും. എത്രയും പെട്ടെന്ന് പെർമനന്റ് സിനഡ് ഇന്നേക്ക് തന്നെ കൂടി ഇദ്ദേഹത്തെ എറണാകുളത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പെർമനന്റ് സിനഡ് അംഗങ്ങളെങ്കിലും തയ്യാറാകണമെന്ന് ഏവരെയും അറിയിച്ചുകൊള്ളുകയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.